ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സമയത്ത് ഇന്ത്യ പിന്നിൽ നിന്ന് കുത്തിയ ഒരു രാജ്യമാണ് തുർക്കി. പക്ഷേ ഈ തുർക്കിക്ക് വർഷങ്ങൾക്ക് മുൻപ് കേരളം സഹായം നൽകിയിട്ടുണ്ട്. ഒന്നും രണ്ടും രൂപയല്ല, 10 കോടിയിലധികം രൂപയാണ് നമ്മുടെ സർക്കാർ അവർക്ക് സഹായമായി നൽകിയത്. പക്ഷേ ഇതിനെതിരെ വിമർശിച്ച് ശശി തരൂർ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ശശി തരൂർ പറഞ്ഞത് തെറ്റെന്നാണ് ബ്രിട്ടാസ് പറയുന്നത്. ആർക്കാണ് ഇന്ത്യയോട് സ്നേഹം? ഒട്ടും സംശയിക്കേണ്ട, തരൂരിൻ്റെ വാക്കുകൾക്ക് തന്നെയാണ് വിലയുള്ളത്. കാരണം തുർക്കിക്കൊരു ആപത്ത് വന്നപ്പോൾ ലോകരാഷ്ട്രങ്ങളെല്ലാം സഹായിക്കാൻ ഒത്തുകൂടി. അക്കൂട്ടത്തിൽ ഇന്ത്യയും സഹായിച്ചു. അത് സത്യമാണ്. ഓപ്പറേഷൻ ദോസ്ത് എന്ന പേരിലാണ് ആ സഹായം ഇന്ത്യ ഗവൺമെൻറ് ചെയ്തത്. അത് മാനുഷിക പരിഗണനയാണ്. ലോകമെങ്ങുമുള്ള എല്ലാവർക്കും നമ്മളത് ചെയ്യും. ആരോടും നമ്മൾ പക്ഷപാതം കാണിച്ചിട്ടില്ല. ഈ പാകിസ്ഥാനിൽ പോലും ഭൂകമ്പവും വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ടായപ്പോൾ ഇന്ത്യ മരുന്നും തുണിയും അരിയും ധാന്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഒരു പുതിയ കാര്യമല്ല. പക്ഷേ എൻ്റെ സംശയം, ഈ തുർക്കിയിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ 10 കോടി രൂപ കൊടുത്ത കേരളം മറ്റൊരുപാട് ദുരന്തങ്ങൾ ലോകത്തുണ്ടായി. അവിടെയൊന്നും എന്തേ ഓടിച്ചെല്ലാത്തത്? അവർക്കൊന്നും എന്തേ സഹായധനം കൊടുക്കാത്തത്? അപ്പോൾ അത് ബ്രിട്ടാസ് പറയുന്നത് തരൂരിന് സെലക്റ്റീവ് അംനേഷ്യയാണ്. കാരണം ഈ കേന്ദ്രം സഹായിച്ചത് തരൂർ മറന്നുപോയി എന്നാണ് കുറ്റപ്പെടുത്തിയത്. പക്ഷേ ഈ സെലക്റ്റീവ് അംനേഷ്യ തരൂരിനാണോ അതോ കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിനാണോ ഉള്ളത്? ഈ പിണറായി സർക്കാർ എന്തേ മറ്റ് സ്ഥലങ്ങളിൽ നടക്കുന്ന ദുരന്തങ്ങളൊന്നും കാണുന്നില്ല? ഇപ്പോൾ നമുക്ക് ഉദാഹരണം അറിയാമല്ലോ. ഹരിയാനയിൽ ട്രെയിനിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരനെ സഹയാത്രികർ മർദ്ദിച്ചു കൊന്നു. അവിടെ ഓടിയെത്തി ലക്ഷക്കണക്കിന് രൂപയുമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതുപോലെ തന്നെ നിരവധി ആൾക്കാർ മറ്റു പല സ്ഥലങ്ങളിലും ഇന്ത്യയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്, പല ആക്രമണങ്ങളിൽ. എന്തേ അവിടെയൊന്നും പിണറായി വിജയൻ എത്തണ്ടേ? എന്തിനു പറയുന്നു? അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടിക്കാർ ബംഗാളിൽ മുർഷിദാബാദ് ജില്ലയിൽ അതിക്രൂരമായി ഒരു അച്ഛനും മകനും കൊല്ലപ്പെട്ടു. ഈ നമ്മുടെ വഖഫ് നിയമ ഭേദഗതി സമരവുമായി ബന്ധപ്പെട്ടാണ് അവിടെ ഒരു കലാപമുണ്ടായി. നുഴഞ്ഞുകയറിയ ബംഗ്ലാദേശികളും തൃണമൂൽ കോൺഗ്രസിലെ ഗുണ്ടകളും ചേർന്ന് ഈ അച്ഛനെയും മകനെയും കൊല്ലപ്പെടുത്തി. ഈ ഗുണ്ടകൾ ഒരു പ്രത്യേക മതവിഭാഗത്തിൽ. കേരളത്തിലിപ്പോൾ ഒരു സംഭവം നടക്കുമ്പോൾ അദ്ദേഹം പോകുന്നത് 1-2 സ്ഥലങ്ങളിൽ മാത്രമായിരിക്കും. അല്ലാത്ത ഇടങ്ങളിൽ മന്ത്രിമാർ മാത്രമാണ് പോകുന്നത്. അതെ, അദ്ദേഹമാണ് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഹരിയാനയിൽ പോകുന്നതും ഈ തുർക്കിക്ക് സഹായം നൽകുന്നതും അടക്കമുള്ള. ഡൽഹിയിൽ ചെന്ന് തുർക്കി എംബസിയിൽ ചെന്നാണ് സഹായം നേരിട്ട് കൈമാറിയത്. അപ്പോൾ ഈ സെലക്റ്റീവ് അംനീഷ്യ, ഇത് ഈ എന്താ പറയുക, സെലക്റ്റീവായിട്ട് ഈ ഓർമ്മക്കുറവ് അല്ലെങ്കിൽ മറവി, അത് പിണറായി സർക്കാരിനല്ലേ ഉള്ളത് എന്ന് ബ്രിട്ടാസ് ഒന്ന് സ്വയം ഒരു കണ്ണാടിയിൽ നോക്കി ചോദിക്കണം. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ ബ്രിട്ടാസിന്റെ സ്വരവും ഇതിനെതിരെ ഈ തുർക്കിയുമായി ബന്ധപ്പെട്ട വിമർശനം വന്നപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനൽ അടക്കമുള്ളവരാണ് ശശി തരൂരിനെ വിമർശിക്കുന്നത്. അങ്ങനെ ബ്രിട്ടാസിനും ജമാഅത്തെ ഇസ്ലാമിക്കുമെല്ലാം ഒരേ സ്വരമായി മാറുകയാണോ കേരളത്തിൽ? അല്ല, അതങ്ങനെ വളരെ പണ്ട് തൊട്ടേ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടികളും ഇത്തരത്തിലുള്ള ഈ വിധ്വംസക സംഘടനകൾ, ഈ മുസ്ലിം വിധ്വംസക സംഘടനകളുണ്ടല്ലോ, ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള ഈ ജിഹാദ് പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനകളുണ്ടല്ലോ, ഇവർക്കും ഒരേ സ്വരമാണ്. ഇവർ രണ്ടുപേരും മുസ്ലിം സംഘടനകൾ പറയുന്നത് എന്തിനാണ്? ഞങ്ങൾ അള്ളാഹുവിൻ്റെ ദീൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ പെടാപ്പാടൊക്കെ പെടുന്നത്, ഈ യുദ്ധം ചെയ്യുന്നതും കാഫറുകളെ കൊല്ലുന്നതും ഒക്കെ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടിയിട്ടാണ്, ലോകം മുഴുവനും ഇസ്ലാം വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് അവർ പറയുന്നത്. ഇത് തന്നെയല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പറയുന്നത്? മുതലാളി വർഗത്തെ ഉന്മൂലനം ചെയ്ത് ഒരു സർവ്വരാജ്യ തൊഴിലാളി ഭരണം, അല്ലേ, തൊഴിലാളി വർഗത്തിൻ്റെ ഭരണം കൊണ്ടുവരണം എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും താല്പര്യം. പക്ഷെ ലോക നേതാവായ പിണറായി വിജയൻ കഴിഞ്ഞ പാർട്ടി സമ്മേളനത്തിൽ അതിൽ നിന്നും ഇപ്പോൾ വലതുപക്ഷത്തിലേക്ക് മാറിയിട്ടുണ്ട് കൃത്യമായി തന്നെ. അത് എന്നേ മാറി. അദ്ദേഹം കഴിഞ്ഞ സമ്മേളനത്തിൽ മാത്രമല്ല, അതിനൊക്കെ വളരെ മുമ്പ് തന്നെ അദ്ദേഹം മാറി. അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയപ്പോൾ തന്നെ ഒരു വലിയ മുതലാളിയായി മാറിയ ആളാണ് സഖാവ് പിണറായി വിജയൻ. ഞാൻ അതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും കടക്കുന്നില്ല. അതിവിടെ കേരളത്തിൽ ഒരുപാട് അദ്ദേഹത്തെ എതിർക്കുന്ന ഒരുപാട് മാർക്സിസ്റ്റുകാർ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും തുർക്കിയോടൊരു പ്രത്യേക താല്പര്യമുണ്ട്, അത് സത്യമാണ് കേരള സർക്കാരിന്. കാരണം ഈ തുർക്കിയിൽ നിന്നാണ് പണ്ട് 1921 ഈ മലബാർ കലാപത്തിന് ഹേതുവായ ഖിലാഫത്ത് സ്ഥാനം ഇന്ത്യയിലേക്ക് വരുന്നതും ഇന്ത്യയിൽ രൂപം കൊള്ളുന്നതും ഒക്കെ തുർക്കിയുമായി ബന്ധപ്പെട്ടാണ്. തുർക്കിയിലെ ഭരണാധികാരിയെ ബ്രിട്ടീഷ് ഭരണകൂടം നിഷ്കാസനം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഈ ഖിലാഫത്ത് രൂപപ്പെടുന്നത്. ഖലീഫയെ തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ലോകമെങ്ങും ആരംഭിച്ച, ലോകത്തും മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിലൊക്കെ ആരംഭിച്ച സമരത്തെ ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാക്കാൻ മഹാത്മാഗാന്ധി കാണിച്ച ഒരു
അദ്ദേഹം എടുത്ത ഒരു തീരുമാനം. അതാണ് ഈ ഒടുവിൽ മാപ്പിള ലഹളയിൽ കലാശിച്ചത്. എന്നിട്ട് അവസാനം ഈ ഖിലാഫത്ത് മൂവ്മെൻ്റ് എന്ന് പറയുന്ന ഖിലാഫത്ത് പ്രസ്ഥാനം എങ്ങുമെങ്ങും എത്താതെ പോയി. സംഭവിച്ചത് നഷ്ടമാർക്ക് കുറേ ഹിന്ദുക്കൾക്ക്. അവരെ വംശഹത്യ ചെയ്തു, കുറേ പേരെ മതം മാറ്റി. അതിൻ്റെ ബാക്കിയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ ബ്രിട്ടാസ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇനിയും ഇത്തരമുള്ള ധനസഹായങ്ങൾ അതെ, തുർക്കിക്ക് ഇനിയും നൽകണമെന്നാണ്. കാരണം എങ്കിലല്ലേ അവർ ഡ്രോൺ കൊടുത്ത് പാകിസ്ഥാനെ സഹായിക്കുകയുള്ളൂ. അങ്ങനെ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ച് കീഴടക്കിയാൽ മാത്രമല്ലേ ഇവർക്കും കൂടി താല്പര്യമുള്ള ഒരു ഭരണം വരുള്ളൂ. അല്ലാതെ ഇനി ജനാധിപത്യ മാർഗത്തിലൂടെ നരേന്ദ്രമോദിയോ സ്വാതന്ത്ര്യം കിട്ടിയ കാലത്ത് ഇത്തരം ഒരു സ്വപ്നമുണ്ടായിരുന്നു. സോവിയറ്റ് യൂണിയനും അല്ലെ ഇന്ത്യ ആക്രമിക്കുക, ഇന്ത്യയെ പിടിച്ചെടുത്ത് ഞങ്ങൾക്ക് തരും. അതെ, EMS ഉൾപ്പെടെ ഉള്ളവർ ആ സ്വപ്നം കണ്ടിരുന്നു. എന്ന് മാത്രമല്ല, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇവർ പറഞ്ഞത് എന്താണ്? ഇത് യഥാർത്ഥ സ്വാതന്ത്ര്യമല്ല, ഇന്ത്യക്ക് ശരിയായ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ ആൾക്കാരാണ്. ഇവർക്ക് ബോധം വന്നത് എപ്പോഴാണ്? നേരം വെളുത്തത് എപ്പോഴാണ്? റഷ്യയിൽ നിന്ന് ക്രൂഷ്ചേവ് വന്ന് നെഹ്റുവിനെ കെട്ടിപ്പിടിച്ചപ്പോഴാണ് ഇവർ സ്വാതന്ത്ര്യം കിട്ടി എന്ന് ഭാഗികമായെങ്കിലും അംഗീകരിക്കാൻ തയ്യാറായത്. ഈ EMS ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് ബ്രിട്ടീഷ് ഒരു ഫ്യൂഡൽ ഭരണമായിരുന്നു. അത് നേരെ ഈ നമ്മുടെ തദ്ദേശീയരായ കുറേ മാടമ്പിമാർക്കും പ്രഭുക്കൾക്കും ഈ ഭരണം കൈമാറി എന്നുള്ളതാണ്. അല്ലാതെ ഇത് വാസ്തവത്തിൽ ഒരു ഈ പറയുന്നത് പോലെ അവരുദ്ദേശിച്ച തരത്തിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണം അത് ഇന്ത്യയിൽ ഒരിക്കലും വന്നിട്ടില്ല. അത് വരുമെന്നും തോന്നുന്നില്ല. കനലൊരു തരിയായി കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ബംഗാളിൽ 35 വർഷം ഏറ്റവും നല്ല പരീക്ഷണശാലയാണ് ബംഗാൾ. അവിടെ പരീക്ഷിച്ച് അവസാനം പരീക്ഷിക്കാൻ പോയ ആൾക്കാർ തന്നെ ഇല്ലാതായി. ത്രിപുരയിൽ അതിനേക്കാൾ വളരെ വേഗത്തിൽ തീർന്നു കിട്ടി. ഇനിയിപ്പോൾ കേരളത്തിലാണുള്ളത്. കേരളത്തിലെ ഗതി എന്താകുമെന്ന് നമുക്ക് കണ്ടറിയാം. എന്തായാലും കേരളവും മോശമല്ല, ബംഗാളും ത്രിപുരയും ഒക്കെ പോയ വഴിയിലൂടെ തന്നെ മുന്നേറുകയാണ്. ഒരു ചെറിയ വ്യത്യാസമുള്ളത്, ബംഗാളിലും ത്രിപുരയിലും കമ്മ്യൂണിസ്റ്റ് അരാജകത്വമാണ് നടമാടിയതെങ്കിൽ കേരളത്തിൽ കമ്മ്യൂണിസവും മുതലാളിത്തവും കൂടെ ചേർന്ന ഒരു അരാജകത്വമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ അതിനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നതെന്നുള്ള ആക്ഷേപം വളരെ ശക്തമാണ്. എന്തായാലും തുർക്കിയെ സഹായിക്കാൻ ഇനിയും പിണറായി വിജയൻ മുതിരും. അതിന് കാരണം വോട്ട് ബാങ്കാണ്. കേരളത്തിൽ ഈ തുർക്കി, അതുപോലെ ഹമാസ്, അതുപോലെയുള്ള ഈ ISIS, അതുപോലെയുള്ള ഭീകര സംഘടനകളെയും തുർക്കി പോലെയുള്ള ഈ മതമൗലികവാദം, അടിയുറച്ച മതമൗലികവാദം പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രങ്ങളെയും ഒക്കെ കേരളത്തിൽ ഒരു വിഭാഗത്തിന് വലിയ ഇഷ്ടമാണ്. അവരെ പ്രീതിപ്പെടുത്താൻ പിണറായി വിജയൻ ഇനിയും തുർക്കിക്ക് സഹായം ചെയ്യും. അതിൽ സംശയമൊന്നുമില്ല. കാരണം വോട്ടാണ് അവിടുത്തെ വിഷയം. ഈ വിഭാഗത്തിൻ്റെ വോട്ട് വലിയ തോതിൽ പിടിച്ചെടുക്കണം. അതിനാണ് കൃത്യമായിട്ട് മതം നോക്കി, മതത്തിനുള്ളിൽ തന്നെ ആ മതത്തിനുള്ളിലെ ഏത് വിഭാഗത്തിനാണ് കൂടുതൽ സ്വാധീനം എന്നൊക്കെ നോക്കിയാണ് പെരുമാറുന്നത്. നമുക്കറിയാം, തുർക്കിയിൽ ഹാഗിയ സോഫിയ എന്ന് പറയുന്ന പള്ളി പിടിച്ചെടുത്ത്, ഒരു ക്രിസ്ത്യൻ പള്ളി പിടിച്ചെടുത്ത് ഇസ്ലാം പള്ളിയാക്കി മാറ്റിയപ്പോൾ പിണറായി വിജയൻ ഒരു അക്ഷരം മിണ്ടിയില്ല. അതെന്താ? ശരിയല്ലേ? അത് അവിടുത്തെ ജനങ്ങൾ ഭൂരിപക്ഷം മുസ്ലിം ആയതുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ഭൂരിപക്ഷം ഹിന്ദുക്കളാണല്ലോ. ഗ്യാൻവാബി അടക്കമുള്ള പള്ളികൾ പിടിച്ചെടുത്ത് ഹിന്ദുക്കൾക്ക് കൊടുക്കേണ്ടതല്ലേ? ഇതെന്താണ് ഇരട്ടത്താപ്പ് കാണിക്കുന്നത്? ഹിന്ദുക്കളോടൊരു രീതി, തുർക്കിയിലെ മുസ്ലിങ്ങളോട് വേറൊരു നിലപാട്. ഇത് ശരിയാണോ? ഇത് ബ്രിട്ടാസ് ഇതൊന്ന് ആലോചിക്കണ്ടേ? ബ്രിട്ടാസ് അല്ലേ ഇപ്പോൾ ഈ വിഷയം കുത്തിപ്പൊക്കിയിരിക്കുന്നത്. ബ്രിട്ടാസിന് ഇക്കാര്യത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ ഇരട്ടത്താപ്പ് പിണറായി വിജയൻ സർക്കാരിന് നല്ലതാണോ? തുർക്കിയോട് കാണിക്കുന്ന ഈ സ്നേഹം എന്തേ ഇറാനോട് കാണിക്കാത്തത്? ഇറാനിൽ വലിയ കുഴപ്പങ്ങളൊക്കെ, ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നുണ്ടല്ലോ, പാലസ്തീനെ മാത്രമല്ലല്ലോ അല്ല, നമുക്കറിയാം ഇന്ത്യ ചൈന പ്രശ്നം വരുമ്പോൾ ചൈനയോടാണ് സ്നേഹം. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം വന്നപ്പോൾ തുർക്കിയോടാണ് സ്നേഹം. പാകിസ്ഥാനെ സഹായിച്ച തുർക്കിയോടാണ് സ്നേഹം. എല്ലാ കാലത്തും അങ്ങനെയാണെന്നേ. അവർ വളരെ കൃത്യമായിട്ട് കമ്മ്യൂണിസ്റ്റുകൾക്ക് രാജ്യത്തിനോട് യാതൊരു കൂറുമില്ല. നിങ്ങൾ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്തു നോക്കൂ. അവർ ചൈനയോട് അങ്ങേയറ്റം കൂറുള്ളവരാണ്. റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അവർക്ക് റഷ്യയോട് അങ്ങേയറ്റം കൂറുണ്ട്. പക്ഷേ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യയോട് ഒരു കൂറുമില്ല. കാരണം അത് സ്ഥാപിതമായത് തന്നെ റഷ്യയിലാണ്. അപ്പോൾ റഷ്യൻ അജണ്ട നടപ്പാക്കാൻ വേണ്ടി ഇന്ത്യയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പദ്ധതിയാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. അതിൽ കവിഞ്ഞ പ്രാധാന്യമൊന്നും അതിനുണ്ടെന്ന് തോന്നുന്നില്ല. അവർ അതിന് വേണ്ടിയിട്ട് ആരുമായും, ഏത് ചെകുത്താനുമായും കൂട്ടുകൂടും. തുർക്കി എങ്കിൽ തുർക്കി, സദാം ഹുസൈൻ എങ്കിൽ സദാം ഹുസൈൻ.